Hey, very good morning, my dear friends. Today we are going to discuss about our last portions in horticulture. Those are terrarium, then aquaponics, and high-tech farming. So with this, hopefully we can stop our online classes. Okay. So let's start. Terrarium. A terrarium is a transparent glass or plastic container with the plants grown in it to make a miniature landscape. So it is actually a simple ecosystem, we can say, in which plants are grown just in a bottle or in some small containers like that. So the glass or plastic container that has open or closed, which retains high humidity, used for displaying and growing plants indoors, primarily for aesthetic purpose. ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഒരു ബോട്ടിലിനകത്ത് പ്ലാന്റ്സ് നിറച്ചുള്ള പരിപാടിയാണ് നമ്മൾ ടെറേറിയം എന്ന് പറയുന്നത്. അതിന്റെ ഫംഗ്ഷനിങ് എന്നുള്ളത് നമുക്ക് നോക്കാം. The principle is when plants grow in an enclosed and restricted environment or a restricted medium, the moisture from transpiration. So the plants will transfer, so there should be some moisture, and evaporation from the soil is not lost but retained through condensation and retained to the soil or to the medium. അപ്പോൾ ട്രാൻസ്പിരേഷൻ കൊണ്ടുവന്നാണ് വാട്ടർ അത് തിരിച്ച് പ്ലാന്റിലേക്ക് തന്നെ ചെല്ലുകയാണ്. കാരണം എന്താണ്, ബോട്ടിൽസ് ആർ ജനറലി ക്ലോസ്ഡ് ഓർ നാരോ ഓപ്പൺ ആയിരിക്കും സാധാരണയിൽ. Then this water cycle coupled with adequate provision of other growth factors enables plants to be grown in a variety of closed containers. Okay. The system of plant culture is called as terrarium or plantarium. Other word is plantarium. Terrarium, plantarium, and plant case. All are same. Plant case, terrarium, or plantarium. It is a simple homemade controlled environment plant growth chambers primarily for aesthetic purposes. ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. നോക്കിയേ, ഇതാണ് ടെറേറിയം. വീട്ടിലൊക്കെ കൊണ്ടുവയ്ക്കാവുന്ന ഒരു പരിപാടിയാണ്. ഇതിനെ വാർഡിയൻ ചേംബർ, WRD വാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണിത് ആദ്യമായിട്ട് കണ്ടെത്തിയത് 19th സെഞ്ചുറിയിൽ 1894. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഇതിന് കൊടുത്തേക്കാണ് വാർഡിയൻ ചേംബർ എന്ന് പറയുന്നത്. നോക്കി, ദിസ് ഇസ് എ ടെറേറിയം. പക്ഷേ എന്താണ്, ഓപ്പൺ ലിഡ് ആണ്. ലിഡ് ഓപ്പൺ ആണ് ഇവിടെ. അങ്ങനെയുണ്ട് ക്ലോസ്ഡ്. ഇവിടുത്തെ ക്ലോസ്ഡ് ആണ്, ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. പലതരത്തിലുള്ള ടെറേറിയംസ് ഉണ്ട്. നമുക്ക് ടൈപ്പ് ഓഫ് ടെറേറിയംസ്. Generally, there are two designs. രണ്ട് തരത്തിലുള്ളത്. Container for retaining moisture and maintaining high humidity does not come into direct contact with the growing medium. Instead, a potted plant is placed inside a larger container with the lid. എന്ന് വെച്ചാൽ എന്താണ്, ഒരു വലിയ കണ്ടെയ്നറിൽ ലിഡുള്ള കണ്ടെയ്നർ അകത്ത് ഒരു കുഞ്ഞി കണ്ടെയ്നറിൽ പ്ലാന്റ് വളർത്തുക. ഇതാണ് ഫസ്റ്റ് ഡിസൈൻ. നോക്കി കാണിച്ചു തരാം. നോക്കി, ഇതാണ് ഉദാഹരണം. കണ്ട, ഇതൊരു വലിയ കണ്ടെയ്നർ വിത്ത് ലിഡ് ആണ്. അതിന്റെ അകത്ത് വേറൊരു പോട്ടിട്ട് അതിനകത്താണ് പ്ലാന്റ് വളർത്തിയേക്കുന്നത്. പിന്നെ രണ്ടാമത്, എ വെരി ലാർജ് കണ്ടെയ്നർ ക്യാൻ ഹോൾഡ് സെവറൽ പോട്ട്സ്. ഇൻ ദിസ് the potting medium is placed directly in the container. നോക്കിയേ, ഈ പോട്ടിംഗ് മീഡിയം വെച്ചിട്ട് ലാർജ് കണ്ടെയ്നർ, ഇവിടെ ലിഡ് ഓപ്പൺ ആണ്. ഇത് രണ്ടുമാണ് നോർമലി ഉള്ള രണ്ട് ഡിസൈനുകൾ. ദെൻ അടുത്ത് ബോട്ടിൽ ഗാർഡൻസ്. ഇപ്പൊ നവഡേയ്സ് നമുക്കറിയാലേ, സോ മെനി എന്താണ് പറയുന്നത്, ഒരു പല ഇപ്പൊ പ്രത്യേകിച്ച് കോവിഡ് ലോക്ക്ഡൌണിന്റെ കാലത്ത് ആളുകൾ കുപ്പിയിൽ വരയ്ക്കുന്നു, കുപ്പിയിൽ ചെടി നടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ട് അല്ലേ. അപ്പൊ ബോട്ടിലിന്റെ അകത്ത് പ്ലാന്റ് അത് നമ്മൾ ടെറേറിയമായിട്ട് കണക്കാക്കാവുന്നതാണ് കേട്ടോ. It's a very attractive variation of the traditional terrarium and the Wardian's case. Wardian case പറഞ്ഞ ഡോക്ടർ വാർഡ് അദ്ദേഹമാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ പേരിനോട് ഒരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള വാർഡിയൻ കേസ് എന്ന് ഇതിനെ പറയുന്നത്. Then they work on the same principle and the design and are designed like the traditional terrarium. A terrarium may be sealed or openable. Then ഇത് രണ്ടും നമ്മൾ കണ്ടു. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിന്റെ കണ്ടെയ്നർ എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ എങ്ങനെയാണ് കണ്ടെയ്നർ നോക്കിയാൽ, ദ കണ്ടെയ്നർ ഷുഡ് ബി ഓഫ് എ ട്രാൻസ്പാരന്റ് ഓർ ട്രാൻസ്ലന്റ് മെറ്റീരിയൽ, ട്രാൻസ്ലൂസന്റ് മെറ്റീരിയൽ, ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക്. എന്താണ്, വാട്ടർ റൺസ് ഓഫ് ഗ്ലാസ് ബെറ്റർ ദാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നർ ഷുഡ് ബി ക്ലിയർലി വിസിബിൾ. അപ്പോൾ ഗ്ലാസ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം പ്ലാസ്റ്റിക്കിനും കുറച്ചുകൂടി വെള്ളം പോകാനൊക്കെ എളുപ്പം ഗ്ലാസ് തന്നെയാണ്. ഓക്കെ, ഷേപ്പ് ഈസ് ലിമിറ്റഡ് ഓൺലി ബൈ ദ ഗ്രോവേഴ്സ് ക്രിയേറ്റിവിറ്റി since a terrarium is purely for decorative use. And wine glasses, bell jars, glass bowls, glass bottles and aquarium tanks are to be used as containers. എന്തുകൊണ്ടും കണ്ടെയ്നർ ആയിട്ട് ഉപയോഗിക്കാം.
The shape and size of container and the size of neck opening determine the size and types of plant that can be grown. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ഈ ഒരു പ്ലാന്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്താണ് ഈ കണ്ടെയ്നർ തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്താണ്, ഒരു ഇത്തിരി വലിയ പ്ലാന്റ് ആണ്, പ്ലാന്റിനേക്കാളും ചെറിയ കണ്ടെയ്നർ വളർത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ പ്ലാന്റ് ആദ്യം സെലക്ട് ചെയ്യുക, ദെൻ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള കണ്ടെയ്നർ സെലക്ട് ചെയ്യുക. ഇഫ് ദ കണ്ടെയ്നർ ഈസ് ടിൻറ്റഡ് എന്ന് വെച്ചാൽ ഒരു ടിൻറ്റഡ് ഗ്ലാസ് പറയല്ല, ലൈറ്റ് കുറവുള്ളത്, ഓൺലി പ്ലാന്റ്സ് ദാറ്റ് ആർ അഡാപ്റ്റഡ് ടു സബ്ഡ്യൂഡ് ലൈറ്റ് ക്യാൻ ബി ഗ്രോൺ. അതായത് പെപ്പറോമിയ, ടെറിസ് പോലുള്ള ഷെയ്ഡഡ് പ്ലാന്റ്സ് മാത്രമാണ് അങ്ങനെയുള്ള ടിൻറ്റഡ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിൽ വളർത്തുക. ടിൻറ്റഡ് വെച്ചാൽ എന്താണ്, ഇപ്പൊ നമ്മള് കാറിനൊക്കെ ടിൻറ്റഡ് ഗ്ലാസ് എന്ന് പറയില്ലേ, അതായത് അറിയാലോ, പ്യുവർ ഗ്ലാസിനെ കുറെ ചെറിയൊരു ഷെയ്ഡിങ് ഉണ്ടാവും. Then it is critical that the container be watertight and without any cracks. A bottle may be used in either a vertical or horizontal position as a or for a terrarium. Okay, ഇനി അടുത്തെന്താണ്, ഇപ്പൊ കണ്ടെയ്നർ നമ്മൾ കഴിഞ്ഞു. Then selection of plants. What types of plants to be selected? What type of plants to be grown in such containers? Okay, in selecting plants, it should be kept in mind that the primary advantage of a terrarium is മെയിൻ്റനൻസ് ഓഫ് ഹ്യൂമിഡിറ്റി ഫോർ പ്ലാന്റിങ്. കാരണം എന്താണ്, അതിനകത്തുള്ള പ്ലാന്റിന്റെ ട്രാൻസ്ഫർ ചെയ്യുന്ന വാട്ടർ വേപ്പർ ഹ്യൂമിഡിറ്റി ആയിട്ട് നിലനിർത്തി വീണ്ടും അതിനെ യൂസ് ചെയ്യുന്ന ആ രീതിയിലാണ്, അതാണ് നമ്മൾ അതിന്റെ പ്രിൻസിപ്പിൾ എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചൊരു കാഴ്ചപ്പാട് വേണം നമുക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ. Then cactus and succulents are therefore not recommended unless the container will be left open, which in way defeats the primary principle of holding moisture. അപ്പൊ കാക്ടസും സക്കുലൻസ് ഒക്കെ എന്താണ്, ഒരു സിറോഫിറ്റിക് അഡാപ്റ്റേഷൻ പ്ലാന്റ്സ്. അപ്പൊ അതൊന്നും പറ്റത്തില്ല. പക്ഷെ ഓപ്പൺ ആണെങ്കിൽ അത് വേണമെങ്കിൽ വയ്ക്കാം. It is desirable to select plants that are slow growing such as bonsai. Bonsai ഒക്കെ ഏറ്റവും നന്നായിട്ട് പറ്റാവുന്ന പ്ലാന്റാണ്. If several plants are to be planted together, കുറെ പ്ലാന്റ്സ് ഒരുമിച്ചാണ്, it is best to choose plants that vary in leaf shape, size and color. കുറെ പ്ലാന്റ്സ് നമ്മൾ വളർത്തണമെങ്കിൽ പലതരത്തിലുള്ള ഷേപ്പ്, പല സൈസിലുള്ള, പല കളറിലുള്ള ലീഫുകൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. And small leaves prevent overshadowing of one plant by another and allow all plants in the display to be visible. അപ്പം ചെറിയ ഇലകളുള്ള സ്മോൾ ലീവ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ എന്താണ് ഗുണം, മറ്റുള്ള കുറെ പ്ലാന്റ്സിനും ഇതിന്റെ ഷാഡോ വന്നിട്ട് മറ്റുള്ള കാണാതിരിക്കുന്നത്. കാരണം നമ്മൾ 5 പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ആ 5 പ്ലാന്റും കാണാം, വിസിബിൾ ആയിരിക്കണം. അപ്പോൾ ചെറിയ ലീവ്സ് ഉള്ള വെക്കുകയായിരിക്കും ഏറ്റവും എളുപ്പം. Okay, terrarium plants are commonly foliage plant, leafy ആയിട്ടുള്ള, with different leaf arrangements, forms, shapes and variegation patterns. പലതരത്തിലുള്ള ഷേപ്പിലുള്ള, ഓവൽ ഷേപ്പിലുള്ളത് അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറെ ഷേപ്പുള്ള ലീഫുകൾ ഉള്ളത്. Terrarium provides a highly restricted growth environment, and if more than one plant is to be grown, they must all be adapted to the same gram. ഒരേപോലെ കണ്ടീഷൻസ് അഡാപ്റ്റ് ചെയ്യുന്ന പ്ലാന്റുകളായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. Terrariums may be designed according to environmental themes. Okay, tropical plants അങ്ങനെയൊക്കെ നമുക്ക് അത് ഇഷ്ടമാണ് നമ്മുടെ ഇത് തിരഞ്ഞെടുക്കുന്നുള്ളത്. Then good terrarium plants include those that originate in the forest region and thus are adapted to humid and shade. അപ്പോൾ ഫോറസ്റ്റ് കണ്ടീഷൻ നമ്മളൊരു ഡയറക്ട്ലി പോയി ഒരു പ്ലാന്റ് എടുക്കാതിരിക്കും, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടാവും, അവിടെ ഹ്യൂമിഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് സാധിക്കും. അതൊരു ഇതാണ്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, പക്ഷെ എടുത്താൽ നല്ലത്, അത്രയേ ഉള്ളൂ. Then cacti and other succulents ഞാൻ നേരത്തെ പറഞ്ഞു are good in open container terrarium plants. Okay, plants suitable for terrarium culture. Terrarium culture ഒരു 5 പ്ലാന്റിന് നിങ്ങൾ പഠിച്ചിരിക്കണം. സാൻസിവേരിയ, അതെ അതിനകത്ത് വളർത്തിയിട്ടുണ്ടല്ലോ നമുക്ക്. സാൻസിവേരിയ അറിയാലോ, ലിലിയേസിയ പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിനകത്തൊരു ബോട്ടിലാണ് നോക്കിയാൽ അത് ഓപ്പണിലിട്ടുള്ളതാണ്. ഇതാണ് സാൻസിവേരിയ. ദെൻ അസ്പ്ലീനിയം, അതായത് നമ്മുടെ ഒരു ഫേണാണ്. ദെൻ അഡിയാൻഡം നമുക്കറിയാം, വേറൊരു ഫേണാണ്. ഫിലോഡെൻഡ്രോൺ സ്കാൻഡൻസ് നമ്മുടെ പ്ലാന്റ്, അടുത്തൊരു ലീഫി പ്ലാന്റ് ആണ്. ദെൻ സലാജിനൽ നിങ്ങൾക്ക് അറിയാം. ദെൻ പോഡോകാർപ്പസ് മൈക്രോഫില്ല, നിങ്ങൾക്ക് മൈക്രോഫിലൊക്കെ നിങ്ങൾക്ക് അറിയാം, അറിയാം. ദെൻ ക്ലോറോഫൈറ്റം, ഓക്കെ, ക്ലോറോഫൈറ്റം വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ലീഫുള്ള പ്ലാന്റ് ആണ്. പിന്നെ എന്താണ്, പെപ്പറോമിയ അറിയാലോ, പെപ്പറോമിയ ഇവിടെ ഉണ്ട്. യെസ്, പെപ്പറോമിയ ഉണ്ട്. ദെൻ എന്താണ് അടുത്തത്, ക്ലബ് മോസ്, ലൈക്കോപോഡിയം പോലെ. അപ്പൊ ഇത്രയും ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെയാണ്. അപ്പൊ പ്രധാനമായിട്ടും ടെറിഡോഫൈറ്റ്സ് അല്ലെങ്കിൽ ഫേൺസും ജിംനോസ്പേം ഒക്കെയാണ് ഉള്ളത്. നമ്മൾ ഇതിനകത്ത് വരുന്ന പിന്നെ ലീഫി ആയിട്ടുള്ള ഫിലോഡെൻഡ്രോൺ അല്ലെങ്കിൽ സാൻസിവേരിയ പോലെയാണ്. അപ്പൊ ഇതൊന്നും ഒരു 5-6 ശരിക്കും പഠിച്ച് ഓർത്ത് വെച്ചേക്ക്. ഇതൊക്കെയാണ് എന്റെ എക്സാമ്പിൾ. ദെൻ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ കണ്ടെയ്നർ കഴിഞ്ഞു, സെലക്ഷൻ ഓഫ് പ്ലാന്റ്സ്, ദെൻ പ്ലാന്റിങ്. ഓക്കെ, ഫോർ പ്ലാന്റിങ് എ സ്പൂൺ
to dig a hole. The forked stick or pair of sticks for lowering the plant into planting hole and a dowel for framing the soil around the plant. അപ്പോൾ എന്താണ് ഒരു കുപ്പിയാണല്ലേ, ഇങ്ങനത്തെ ഒരു കുപ്പിയാണ്. ഈ കുപ്പിയിലേക്ക് നമ്മൾ എന്താണ് ഇറക്കേണ്ടത്? ഒരു കുപ്പിയാന്ന് വിചാരിക്കുക, ഇത് മൂട് അതായത് ലിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ലിഡിലേക്ക് ഒരു കൈ, അപ്പൊ ഒരു ചെറിയൊരു ഫോർക്ക് പോലത്തെ എന്തെങ്കിലും രണ്ട് ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ രണ്ട് ഫോർക്ക് വെച്ച് പ്ലാന്റ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്, ലിഡിന്റെ ഉള്ളിൽ കൂടി. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ആ ഹോൾ അതുപോലെ തന്നെ പ്ലാന്റ് ചെയ്തിട്ട് പതിയെ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ട് രണ്ട് പോൾ എന്തെങ്കിലും വെച്ചിട്ട് രണ്ട് പോൾ വെച്ച് ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പതുക്കെ എടുത്ത് ശരിയാക്കാൻ പറ്റും. അതായത് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുക പതുക്കെ കേട്ടോ. അപ്പൊ എന്തുകൊണ്ടാണത്? കാരണം നാരോ മൗത്തർ ആയിരിക്കും നോർമലി. അതല്ല വൈഡ് ആണെങ്കിൽ തന്നെ നമ്മൾ കൈ ചിലപ്പോൾ ചെറിയ ബോട്ടിലാണല്ലേ, കൈ നമുക്ക് കറക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ളത് ഉപയോഗിക്കാം. ദെൻ ദ ഹോൾ ഷുഡ് ബി ലാർജ് ഇനഫ് ടു ഹോൾഡ് ദ റൂട്ട് മാസ്. അതായത് റൂട്ട് ഉണ്ടാക്കാനായിട്ട് റൂട്ടിന് കുത്തുന്ന ഹോള് റൂട്ട് മാസ് ഹോൾഡ് ചെയ്യാനുള്ള അത്രയും വലിപ്പമാണ്. ദെൻ for a bottle garden intended for all round viewing, the tallest specimens should be located in the center and the shortest near the container walls. ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ മറന്നു എക്സാമിന്. നോക്കി 5 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. അതിനകത്ത് 2 വലുതുണ്ട്. ആ വലുത് 2 കൊണ്ടുവന്നിട്ട് 2 സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചെറുതാകത്തുള്ളത് കാണാൻ പറ്റും? ഇല്ല, നെവർ. അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും വലുത് ഏറ്റവും സെന്ററിലും ചെറുതൊക്കെ ഫ്രണ്ടിലായിട്ട് വെക്കാം. അപ്പൊ എല്ലാ പ്ലാന്റ്സും നമുക്ക് കാണാൻ പറ്റും. Then plants with a lot of foliage may have to be gently bent to maneuver them through the narrow neck of wood. പതുക്കെ വളച്ചു കൊടുക്കുക. And plants should be arranged in such a way that no plant is obscured by or obstructed by other. അപ്പോൾ ഒരു പ്ലാന്റ് മറ്റേ പ്ലാന്റിനെ മറക്കാത്ത രീതിയിൽ വേണം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട്. The arrangement should pay attention to plant size and form and leaf size, shape and texture so that overall display is attractive. അപ്പം size of the plant, then form of the plant, ലീഫിന്റെ സൈസ്, ഷേപ്പ്, സ്ട്രക്ചർ അല്ലെങ്കിൽ ടെക്സ്ചർ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പൊ അത് ഇപ്പൊ ചുമ്മാ നമ്മൾ കാണുന്ന അയ്യപ്പച്ച പോലുള്ള പ്ലാന്റ് ഒക്കെ ഒന്നിനകത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 5-10 പ്ലാന്റ് ആണ്, പക്ഷെ ഏറ്റവും നല്ല പ്ലാന്റ്സ് നോക്കി നമ്മൾ സെലക്ട് ചെയ്യുക, അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യുക. ഇത് ഒരു ഈസ്തെറ്റിക് പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു. ദെൻ ദ പ്ലാന്റ് ഷുഡ് ബി വാട്ടേഡ് ബൈ സ്പ്രേയിങ് വിത്ത് മിസ്റ്റർ. മിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്റ്റ് സ്പ്രേ, അല്ലെങ്കിൽ മഞ്ഞ് പോലെ സ്പ്രേ ആവുന്ന ചെറിയ, അത് കുറെ വെള്ളം കൊണ്ട് ഒഴിക്കരുത്, പിന്നെ പതുക്കെ മിസ്റ്റ് പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക വാട്ടറിങ്. നോക്കി, ഇതാണ് ഒരു പ്ലാന്റിങ്ങിന്റെ പ്രത്യേകത. അപ്പൊ നോക്കി, ഇത് ഇപ്പൊ ഒരു വൈഡ് മൗത്ത് ആയിട്ടുള്ള ഒരു ടംബ്ലർ ആണ് അല്ലെ. ഇതിനകത്തേക്ക് ഇദ്ദേഹത്തിന്റെ കൈ കടക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് എന്താണ്, ഇതിന്റെ അകത്ത് നമുക്ക് കൈ കൊണ്ട് നടാം. സപ്പോസ് ദിസ് ഈസ് സംവാട്ട് എന്താണ് നാരോ, ഇതിന്റെ ഓപ്പണിംഗ് നാരോ ആണെങ്കിൽ എന്താണ്, നമുക്ക് കൈ കടത്താൻ പറ്റില്ല. അപ്പൊ എന്താണ്, 2 ലിഡ് ഇങ്ങനെ നമ്മളെ പ്ലാന്റ് ഇങ്ങനെ ക്ലിപ്പ്, ഒരു കട്ടൻ പെയർ പോലെ സാധനം കൊണ്ട് ക്ലിപ്പ് ചെയ്തിട്ട് നേരെ കൊണ്ടുവന്ന് താഴ്ത്തി വെച്ച് നടാൻ പറ്റും. ഇങ്ങനെയാണ്. ഓക്കെ, കുറെ പ്ലാന്റ്സ് കൂടെ സെലക്ട് ചെയ്ത് വെച്ചേക്കാൻ കണ്ട, എത്രയും പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഓരോന്ന് എടുത്തിട്ട് സെലക്ട് ചെയ്താണ്. ഇത് സാൻസേരിയാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത് നടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. ടെറേറിയം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു അക്വാപോണിക്സ്. അക്വാപോണിക്സ് എന്നുള്ളതും ഹൈഡ്രോപോണിക്സ് എന്നുള്ളതും ജനറലി നമുക്ക് തോന്നും അക്വ എന്ന് പറഞ്ഞാലും ഹൈഡ്രോ എന്ന് പറഞ്ഞാലും വാട്ടർ ആണല്ലേ തോന്നും. പക്ഷെ ഹൈഡ്രോപോണിക്സിൽ എന്താണ്, സോയിൽ വിത്തൗട്ട് സോയിലിൽ പ്ലാന്റ് മാത്രം ഗ്രോ ചെയ്യുന്നതാണ്. അക്വാപോണിക്സ് എന്താണ്, പ്ലാന്റും ഫിഷും മൈക്രോബ്സ് ഒക്കെ ഉള്ള ഒരു എക്കോസിസ്റ്റം ആണ് ശരിക്കും അക്വാപോണിക്സ് എന്നുള്ളത്. ഓക്കെ, അക്വാപോണിക്സ് is the cultivation of fish and plants together in a constructed recirculating ecosystem utilizing natural bacterial cycles to convert fish waste to plant nutrients. ഇതാണ് ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ. അതായത് എന്താണ്, ഫിഷും പ്ലാന്റും വളർത്തുന്നു. ഇപ്പൊ ഫിഷിന്റെ എക്സ്ക്രീഷ്യ ആ ന്യൂട്രിയൻസിനെ ബാക്ടീരിയ നൈട്രേറ്റ് ആക്കി മാറ്റി അത് പ്ലാന്റിന് കൊടുക്കുന്നു, വീണ്ടും ഫിഷ് എടുക്കുന്നു. അങ്ങനെ റീസർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു എക്കോസിസ്റ്റം നമ്മൾ അക്വാപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ആൻ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി natural food growing method that connects the best attributes of aquaculture and hydroponics without the need to discard any water or add chemical fertilizers. വേണ്ട വാട്ടർ നമ്മൾ ഒരു പ്രാവശ്യം നിറച്ച പിന്നെ വേണ്ട. അക്വാപോണിക് ഗാർഡനിങ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് US-ൽ. അവരുടെ ഒരു ഡെഫിനിഷൻ ആണ് ഇത്. നിങ്ങൾ ഇത് പഠിക്കണ്ട, മുകളിൽ പഠിക്കുക, ഇത് പഠിക്കുക അക്വാപോണിക്സ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ്, aquaponics is a system where plants and fish are grown together symbiotically. A waste product from the fish provides the food for plants, and the plants in turn filter the water and that goes back to fish. So plants അതിന് റൂട്ട് വഴി ഫിൽറ്റർ ചെയ്തിട്ട് പിന്നെ അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ വെച്ചിട്ട് പിന്നെ നോർമൽ നല്ല വെള്ളം അല്ലെങ്കിൽ വാട്ടർ വീണ്ടും ഫിഷിലേക്ക് എത്തിക്കും. ഇതാണ് ഒരു സർക്കുലേറ്റിംഗ് മോഡലാണ് നമ്മൾ അക്വാപോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, യൂസസ് എ കോമ്പിനേഷൻ ഓഫ് അത് പറഞ്ഞു. Then by adding fish into the
the equation, a natural ecosystem exists in which fish, plants, bacteria flourish off each other. The waste from fish, excretia from fish, and the living bacteria in aquaponic system deliver all of the nutrients for the plants needed. The fish and the bacteria create a cleaner, non-toxic environment for the fish to live in. This also eliminates the need of nutrient solution mixed with the chemicals. Aquaponic system work by using the waste from fish to naturally provide nutrients to nearby water-grown plants. Fish supply nutrients to plants in a natural ecosystem. Okay. The water and nutrients from this tank is transferred to a biofilter in another tank, which changes the fish waste. Ammonium and urea into fertilizer, then transferred to a tank of plants. So bacteria and then fish waste nitrate at matu. One benefit is that producers grow plants and fish in a closed system where water cycles through the system with a very little loss. Therefore, no chemical fertilizers wind up in nearby streams and watersheds. Aquaponics allow produce to be grown locally, leaving the natural ecosystem unaffected. And the process okay. Advantages of aquaponics. Two advantages. Elimination of soil-borne pests, fungi and soil disease, because there is no need of soil. Then elimination of troublesome weeds and stray seedlings. Seedlings reduction of health risk and labor and associated pest management. Significance advantage. Aquaponics soil-borne pests and soil disease. There is no soil at all. And troublesome weeds and stray seedlings because there is no soil at all. Health risk and then labor associated pest management. This is a circulating system of water. Okay, components of aquaculture. Plants, fish, microbes, water. These are the components. Tanks, connectivity pipes and tubes, filter. Plants, fish, microbes, and water. These all together work as a single and a simple ecosystem. Okay, fish are fed fish meal. Fish are fed with the fish meal and produce ammonia. But fish in a fish meal produce ammonia-rich waste, that is the fish in the excretia. Then the nitrifying bacteria, microbes, bacteria break down ammonia into nitrites and that nitrates. Then plants take in the converted nitrate as nutrients. Plants take in the converted nitrates as nutrients. So nutrients are getting. Through this action, the plants purify water for the fish. Simple. Then oxygen enters the system through an air pump. This oxygen is essential for plant growth and fish. Oxygen is a pump. Oxygen fish oxygen plants and water moves around the system by action of water pump. Fish excretion nitrite item bacterial nitrate plants in the nutrient work. Okay, this is an example. Okay, fish tank. Air pump. Air pump air pump. This air pump will supply oxygen to this plant growing medium, growing bed. The plants plants in the root. Okay, oxygen will give. This pump will give oxygen to the plant bed as well as the fish tank. Oxygen oxygen. The fish tank. Then biofilter. And then biofilter fish and excretia near plants. Plants 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 nitrate near water window or biofilter like you want. Filtrate window water pump. Sediment tank like fish tank like circulate circulate
ഇതിലൂടെ പോകുമ്പോൾ പ്ലാന്റ്സിന്റെ റൂട്ട്സ് ന്യൂട്രിയൻസ് യൂട്ടിലൈസ് ചെയ്തു, എന്നിട്ട് ക്ലിയർ വാട്ടർ ആക്കി ഫിൽട്ടർ ചെയ്തു, വീണ്ടും വാട്ടർ പമ്പ് വഴി നേരെ ആ ഫിൽട്ടർ ചെയ്ത ക്ലീൻ വാട്ടർ ടാങ്കിലേക്ക് എത്തുകയാണ്. ഇതാണ് ഒരു സിസ്റ്റം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. രണ്ട് തരത്തിലുണ്ട്, ക്ലോസ്ഡ് ഉണ്ട്, അതായത് റീസർക്കുലേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നോർമലി ഇത് നമ്മൾ നേരത്തെ റീസർക്കുലേഷൻ ആണ് അല്ലേ, ഇവിടെ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പോയിട്ട് സർക്കുലേറ്റ് തിരിച്ചു വരികയാണ്. അതല്ല ഓപ്പൺ ഡ്രെയിൻ സിസ്റ്റം എന്ന് വേറെ ഉണ്ട്. കാരണം ഇവിടെ നിന്ന് പോയിട്ട് നേരെ എന്താണ് പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്ത് ആ വെള്ളം നേരെ കളയുകയും ചെയ്യണം. അത് വേറെ യൂട്ടിലൈസേഷൻ. അപ്പൊ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്, റീസർക്കുലേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് നല്ലത്. ഇനി പറയണ്ടല്ലോ, മനസ്സിലായെന്ന് വിചാരിക്കും. സംശയം ചോദിച്ചാൽ മതി കേട്ടോ. ഇതിനൊക്കെ കുറച്ചുകൂടി, അതായത് ഓപ്പൺ സിസ്റ്റത്തേക്ക് നല്ലത് റീസർക്കുലേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ, അഡ്വാൻറ്റേജ് നോക്കിയേ. യൂസ് ഓൺലി അഡ്വാൻറ്റേജ് നോക്കിയേ. അപ്രോക്സിമേറ്റ്ലി 10% ഓഫ് വാട്ടർ നോർമൽ റിക്വയർഡ് ടു ഗ്രോ ദ ക്രോപ്സ്. ദെൻ can grow up to 30% more food in the same amount of space. No soil required for growing plants. Year-round production ഉണ്ടാവും. No use of pesticides. Fast growing high quality vegetables നമുക്ക് നടാം അല്ലെങ്കിൽ ഉപയോഗിക്കാം. Then closed system ആണ്, no discharge into streams, like municipal waste system etc. അപ്പൊ നമുക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ഇത്രയും ഒന്ന് പഠിച്ചേക്കണം. കാരണം വെള്ളത്തിന്റെ അളവ് കുറവാന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സോയിൽ ഇല്ല, പെസ്റ്റിസൈഡ് ഇല്ല, പ്രൊഡക്ഷൻ ഇയർ റൗണ്ട് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കും. ദെൻ ഏതൊക്കെ തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് വളർത്താൻ പറ്റുന്നത്? ലെറ്റ്യൂസ്, പെപ്പേഴ്സ്, ഹെർബ്, കുക്കുംബർ, ടൊമാറ്റോ, കാബേജ്, സ്പൈനാച്ച്, ഇത്രയും പ്ലാന്റ്സുകൾ നമുക്ക് ഇതിനകത്ത് വളർത്താം. ഫിഷുകൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റർഡി ഫിഷ് അല്ല, തിലാപ്പിയ, ബ്ലൂഗിൽ, ട്രൗട്ട്, പെർച്ച് എന്നൊക്കെ പറയാനുണ്ട്. നമ്മൾ പിലോപ്പിയ അറിയല്ല, ഇത് സ്റ്റർഡിയാണ്. അത് നന്നായിട്ട് ഇതിനകത്ത് വളരെ. അപ്പൊ തിലാപ്പിയയും നമ്മുടെ കുക്കുംബറോ ടൊമാറ്റോ ഒക്കെ സുഖമായിട്ട് നമുക്ക് ഇവിടെ നടത്തും. നമ്മുടെ കേരളത്തിൽ ഈ കൃഷി വ്യാപകമാണ് കേട്ടോ, അക്വപോണിക്സ്. Then comes to arboriculture. Arboriculture എന്ന് പറഞ്ഞാൽ arboriculture എന്ന കൾച്ചർ ഓഫ് ട്രീസിനെയാണ് നമ്മൾ arboriculture എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗ്രോയിങ് ഓഫ് ട്രീസിനെയാണ് നമ്മൾ arboriculture എന്ന് പറയും. വേറൊരു സംഭവമുണ്ട്, ഓർച്ചാർഡ് എന്ന് പറയും. ഓർക്കാർഡ് അല്ലെങ്കിൽ ഓർച്ചാർഡ് എന്ന് പറയും. അതായത് എന്ന് വെച്ചാൽ ദ കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട് ഗ്രോയിങ് അല്ലെങ്കിൽ ഫ്രൂട്ട് ട്രീസ്. ആപ്പിൾ ഓർച്ചാർഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ക്ലാസ്സിൽ. മാംഗോ ഓർച്ചാർഡിനെ കുറിച്ച് നമ്മൾ മുതലമട മാങ്ങ തോട്ടത്തെ കുറിച്ച്, മാങ്ങാത്തോട്ടം എന്നുള്ളത് മാവിൻ തോട്ടം, അതായത് ഓർച്ചാർഡ് ആണ്. ഇവിടെ ആർബോറിക്കൾച്ചർ എന്നാണ് പ്ലാന്റ്സ് ആർ ഗ്രോയിങ് ഫോർ ഈസ്തെറ്റിക് പർപ്പസ്, അല്ലെങ്കിൽ ഭംഗിക്ക് വേണ്ടി വളർത്തുകയാണ് നമ്മൾ ആർബോറിക്കൾച്ചർ. മറ്റെന്താണ്, പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ആണ് ശരിക്കും ഓർക്കാർഡ് അല്ലെങ്കിൽ ഓർച്ചാർഡിൽ. നോക്കിയേ, ദ സയൻസ് ഓഫ് ഗ്രോയിങ് ആൻഡ് കെയറിംഗ് ഓഫ് ഓർണമെന്റൽ ട്രീസ് ഈസ് കോൾഡ് ആസ് ആർബോറിക്കൾച്ചർ. ട്രീസ് ആർ, നോക്കി ട്രീസിന്റെ പ്രത്യേകത, ആർ ഫോം ദ മെയിൻ ഫ്രെയിംവർക്ക് ഓഫ് എ ഗാർഡൻ. ഗാർഡൻ ആണെങ്കിൽ ജനറലി planted along the boundariesലായിരിക്കും. പിന്നെ നോക്കിയാൽ അതല്ലെങ്കിൽ അത് സ്പ്രെഡിംഗ് ട്രീസ് ആൻഡ് ഐഡിയൽ ഫീച്ചർ ഫോർ പിക്നിക് ഗ്രൗണ്ട് ഇൻ ഫോർമൽ ഗാർഡൻ. പല സ്ഥലത്ത് സ്പ്രെഡിങ് ആയിട്ട് അല്ലെങ്കിൽ ട്രീസ് ഇങ്ങനെ പല സ്ഥലത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും അവിടെയൊക്കെ തണലൊക്കെ കിട്ടും. അവിടെയൊക്കെ നമുക്ക് പണ്ട് കാലത്ത് എല്ലാ സിനിമകളും കണ്ടല്ലേ, മരം ചുറ്റി പ്രണയങ്ങളൊക്കെ ഈ പറഞ്ഞ ഈ ഗാർഡൻ ട്രീസിലായിരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് 3-4 സ്പെസിമെൻ ട്രീസ്, എന്തും വയ്ക്കാവുന്ന ട്രീസ് ഉണ്ട്. എങ്ങനെ സ്പെസിമെൻ ട്രീസ്, ഷേഡി ട്രീസ്, ഫ്ലവറിംഗ് ട്രീസ് ആൻഡ് സ്ക്രീനിങ് പർപ്പസ്. ഇത്രയും തരത്തിലുള്ള ട്രീസ് നമുക്ക് ഉപയോഗിക്കാം. സ്പെസിമെൻ ട്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാന ഉറക്കേറിയ കുക്കി എന്ന് പറഞ്ഞാൽ മങ്കീസ് പസിൽ അറിയാമല്ലോ, ഇതാണ് ഉറക്കേറിയ. ദെൻ പ്ലൂമേറിയ എന്നുള്ള ചെമ്പകം എന്നൊക്കെ പറയും, ഒറിജിനൽ ചെമ്പകം അല്ല, അപ്പോസൈനസിയൽ പ്ലാന്റ് ആണ്. പിന്നെ സ്പാത്തോഡിയ, ബ്യൂട്ടി ഉണ്ട്. പിന്നെ പ്ലൂമേറിയ നേരത്തെ കാണിച്ചു. ദെൻ അസാഡിറക്റ്റ ഇൻഡിക്ക, ഫൈക്കസ് ആല്, അസാഡിറക്റ്റ വേപ്പ്, അരിവേപ്പ്. ഫ്ലവറിംഗ് ട്രീസ് ആണ് കാഷ്യൂസ്, നമ്മുടെ കണിക്കൊന്ന, സ്പാത്തോഡിയ കമ്പാനുലേറ്റ, അത് ഉപയോഗിക്കാം. സ്പാത്തോഡിയ എന്നുള്ളത് നേരത്തെ കാണിച്ചു, എന്താണ് ഇതല്ലേ, ഇതൊരു അത് ബ്യൂട്ടിയാണ്. സ്പാത്തോഡിയ എന്നുള്ളത് വാഗ, എന്താണ് എന്നെ മറന്നുപോയി. ദെൻ സ്ക്രീനിങ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ചുമ്മാണ് യുക്കാലിപ്പിസും പോളിയാൽറ്റിയ ലോഞ്ചിഫോലിയൊക്കെ, അതായത് ഒരു പോളിയാറ്റ കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഹെഡ്ജ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താവുന്ന പ്ലാന്റ്. ഇത്രയാണ് പ്ലാന്റ്സ് സാധാരണ ചെയ്യുന്നത്. നമുക്കത് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഇന്ത്യയിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടോ, അതായത് ഫാദർ ഓഫ് റോഡ് സൈഡ് ഗാർഡൻ എന്നുള്ളത് കിങ് അശോകയായിരുന്നു അല്ലെ. അശോക രാജാവാണ് 264 BC-യിലെ 227 BC വരെ ഉണ്ടായിരുന്ന അശോക ചക്രവർത്തി, അശോക രാജാവാണ് ആർബോറിക്കൾച്ചർ ഇന്ത്യയിൽ കൊണ്ടുവന്നെന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അശോക എൻകറേജ് ദ പ്ലാന്റിംഗ് ഓഫ് അവന്യൂ ട്രീസ്. ഇപ്പൊ നമ്മൾ എല്ലാം റോഡുകളുടെയും സൈഡിൽ മരം വെച്ച് പിടിക്കുന്ന പരിപാടി തുടങ്ങിയത് പുള്ളി അന്നാണ്. BC 264 തുടങ്ങിയാണ്. ഹിസ് സൺ, അദ്ദേഹത്തിന്റെ പുത്രൻ
Prince Mahendra took a sampling of Bodhi tree. Sapling under the tip. Ficus religiosa from India and planted it in Anuradhapur in Sri Lanka. India Bodhi tree of the Ayun on the Tower and Diamond Puli. Sri Lanka could watch another Mahendra in Yaraputra. Then in the works of Kalidasa, during the rule of Chandragupta II, Chandragupta Maurya Nordale, Vikramayatanda, Sadasila, and Navaratnangalon, Kalidasan. പ്രധാനപ്പെട്ട കാളിദാസൻ വരാഹമിഹിരൻ അങ്ങനെ ഒരുപാട് നവരത്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ കാളിദാസന്റെ എല്ലാ കൃതികളിലും ഇതിനെ കുറിച്ചൊക്കെ വി ഫൈൻഡ് മെൻഷൻ സെവറൽ ഫ്ലവർ ട്രീസ് ഇൻക്ലൂഡിങ്. അപ്പൊ ഈ ഇത്രയും പ്ലാന്റുകളും ഇതിന്റെ ഞാനൊരു 5-6 പ്ലാന്റുകൾ ഇത് നിങ്ങൾ പഠിച്ചത് ഇതിന്റെ വെർണാക്കുലർ നെയിംസ് ആണ്, അതിന്റെ സയന്റിഫിക് നെയിംസ് കൂടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകത ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ട്രീസ് ഗ്രോയിങ് ഇൻ ആർബോറിയം എന്നുള്ളത് അല്ലെങ്കിൽ ആർബോറാറ്റം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അശോക ട്രീ, സറാക്ക അശോക ട്രീ എന്ന് പറയുമ്പോൾ എന്തായാലും നിർത്താൻ പോലെ 2 പാട്ടൊക്കെ പാടി നമുക്ക് നിർത്താം. നിങ്ങളിത് തിരിച്ച് അയ്യെന്ന് പറയാത്തതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പാടാല. അശോകത്തിന്റെ വെച്ചൊരു പാട്ട് പാടി, അശോകം വെച്ചൊരു പാട്ട് എന്താണ്, അശോകവനിയിലേ കേട്ടല്ലേ, അങ്ങനെ ഒരു പാട്ടുണ്ട് അല്ലേ. അശോകവനി വെച്ചാൽ ഗവാനി എന്ന് പറഞ്ഞ ഗാർഡൻ ആണ്. പിന്നീണ്ടല്ല ആകാശഗംഗയുടെ കരയിൽ അശോകവനിയിൽ ആരെ തേടി വരുന്നു വസന്ത പൗർണമി, വസന്ത ചന്ദ്രിക എന്നാണ് എം രാജപാടി പാട്ട്. അപ്പൊ അശോക ട്രീ പഠിച്ചില്ല, അശോക. അടുത്ത കടമ്പ് അല്ലെങ്കിൽ ആൻഡോസഫാലസ് കദംബ എന്നുള്ള പാട്ട്. കടമ്പ് രവീന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടിടല്ലേ, നീലക്കടമ്പുകളിൽ നീലിക്കൺ പീലികളിൽ പാട്ടിടല്ലേ, നീലക്കടമ്പുകളിൽ. അപ്പൊ ആ പാട്ട് പറഞ്ഞാൽ കടമ്പ് കിട്ടും അല്ലേ. പിന്നെ ടെർമിനാലിയ അർജുന എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നു, എന്താണ് നമ്മുടെ മലയാളം പേര് എനിക്ക് കിട്ടുന്നില്ല. അതിന് പാരിജാതം, നിക്യാന്തസ്, പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരി പൂത്തുകളു നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. അടുത്ത ബൊഹീമിയ വേരികേറ്റ്. ബൊഹീമിയ എന്താണ്, മന്ദാരം അല്ലെ. മന്ദാരത്തിന്റെ വെച്ചിട്ട് കുറെ പാട്ടില്ലേ, എന്താണ് മന്ദാരം വെച്ചിട്ട്, മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, മന്ദാരം. പിന്നീടല്ല വേറെ പഴയ പാട്ട്, മല്ലികാബാണൻ തന്റെ വില്ലെടുത്തു മന്ദാരമലർ കൊണ്ടു ശരം തൊടുത്തു. മന്ദാര പുഷ്പം കൊണ്ട് ശരം തൊടുത്തുന്നു അല്ലെ. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ്, മിമിസ് ഓഫ് എലഞ്ഞി അല്ലെ. എലഞ്ഞി പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലവ പടരുന്നു. മറന്നുപോയി. പിന്നെ നോക്കി ആൽബീസിയ ലബക് എന്ന് പറഞ്ഞാല് വാഗ അല്ലെ. വാഗ എന്നല്ല, വാഗ പൂമണം കൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ, പണ്ടൊരു വടക്കൻ തെന്നൽ. A.T. ഉമ്മറിന്റെയും രവീന്ദ്രമാർ ബിച്ചു തിരുമലെ, നല്ല സൂപ്പർ പാട്ട് അല്ലെ. പിന്നെ എന്താണ്, അപ്പൊ അഭിഷേകത്തിന്റെ സ്ക്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, പൂക്കൈത അല്ലെ. കൈത എന്ന് പറയുന്നത്, സ്ക്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പൈനസ് മരമുള്ള കൈതയില്ലേ, കൈത വെച്ചിട്ടൊക്കെ, കൈതപ്പുഴ കായലിലേ ഓഹോ കാറ്റിന്റെ കൈകളിലേ ഓഹോ, പാട്ട് ഇഷ്ടം പോലെ അല്ലെ. പിന്നെ എന്താണ്, കൈതപ്പൂവിൻ കണ്ണി കൈതോല കമ്മലണിഞ്ഞ്, ഇഷ്ടം പോലെ പാട്ടുണ്ട്. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട
പൂക്കൈത പൂക്കുന്ന പാടങ്ങളിൽ രാത്രി പൊന്നാട നെയ്യുന്ന പൂന്തിങ്കളെ മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസവും വന്നെത്തി എന്നിട്ടുമെന്തേ വരുന്നില്ല പൈങ്കിളി. ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ പഠിച്ചാൽ എന്താണ് ഈ മരങ്ങളുടെ പേര് ഓർത്തിരിക്കും. ഇത് ഇങ്ങനെ പ്രാന്തായി പോയോ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇങ്ങനെയെങ്കിലും കുറച്ച് മരങ്ങളുടെ പേര് പഠിച്ചാൽ മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടാ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ മൂവ് ഓൺ ടു നോക്കിയേ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രീ ഇൻ ലാൻഡ്സ്കേപ്പിംഗ്. നോക്കിയേ ട്രീസ് ആർ വെരി ഫാസിനേറ്റിംഗ് ബിക്കോസ് ഓഫ് ദെയർ ഗ്രേസ്ഫുൾ അപ്പിയറൻസ് ആൻഡ് ദ അബണ്ടൻസ് ഓഫ് ബ്ലൂ. അതായത് പൂത്തുകൾ നിൽക്കുമ്പോൾ കാണാനുള്ള ഭംഗി അത് തന്നെയാണ്. Then they are grown for their economic importance or aesthetic value or both. Then but trees in the significance is പറയുന്നത് trees form the main frame of work of garden പറഞ്ഞു, planted along the boundaries or as a mass of trees at corner provide forest feeling. കുറേ മരങ്ങൾ ഒരു കൂട്ടം മരങ്ങൾ ഒരു സൈഡിൽ എവിടെയും വച്ചു പിടിപ്പിച്ച് നമുക്കൊരു ഫോറസ്റ്റ് ലൈക്ക് ഫീലിംഗ് കിട്ടും. Then spreading trees ideal for picnic grounds. നേരത്തെ പറഞ്ഞാണ് some trees are known for their peculiar shape or form which is used as specimen trees. നേരത്തെ പറയും സ്പെസിമെൻ ട്രീ എന്ന് പറഞ്ഞാൽ ഷേപ്പ് വെച്ചിട്ട് പോളിയാൽത്തിയ ലോഞ്ചിഫോളിയ എന്താണ് നമ്മുടെ അരണമര ഇങ്ങനെ പോകും അല്ലെ, പൈനസ് ഇങ്ങനെ പോകും, അതൊക്കെ സ്പെസിമെൻ ട്രീസ് ആയിട്ട് നോക്കാം. ദെൻ trees should be planted carefully and thoughtfully for the benefit of height, shade, color and vertical emphasis. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ട്രീസ് വയ്ക്കുമ്പോൾ. ഓക്കെ, ബ്യൂട്ടി ഓഫ് മോണോസ്പെർമ നമ്മുടെ മൂന്നാറിനപ്പുറം മറയൂര് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഉടുമ്പൻചോലയൊക്കെ പോണ എന്താണ് ഉടുമ്പൻചോലയിൽ പഴനി പോണ സ്ഥലം ഉടുമൽപേട്ടയിൽ നിന്ന് നമ്മൾ മൂന്നാറിലേക്ക് വരുന്ന വഴി ഒക്കെ ഇത് ഇഷ്ടം പോലെ കാണാൻ പറ്റും. മലയാളം പേര് ഞാൻ മറന്നുപോയി. പിന്നെ പ്ലൂമേറിയ നേരത്തെ പറഞ്ഞു. ഇത്രയാണ് നമുക്ക് ആർബോറിക്കൾച്ചറിൽ പഠിക്കാനുള്ളത്. അതായത് ലാസ്റ്റ് സെഗ്മെന്റ് കമ്പോണൻസ് ഓഫ് ഹൈടെക് ഫാമിംഗ്. ഹൈടെക് ഫാമിംഗ് എന്താണെന്ന് അതിന് കമ്പോണൻസ് വേണം. അത് നമ്മൾ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കി. ഹൈടെക് ഫാമിംഗ് മെയിൻലി റെഫേഴ്സ് ടു അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ഇൻവോൾവിംഗ് ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ്. ഏറ്റവും പ്രധാന അതിനൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി എങ്ങനെയാക്കാം, അതാണ് ഹൈടെക് ഫാമിംഗ് എന്നുള്ളത്. ഇറ്റ്സ് എ ക്യാപിറ്റൽ, അത് പ്രധാന പ്രശ്നം എന്താണ്, ക്യാപിറ്റൽ ഇന്റൻസീവ് അഗ്രികൾച്ചർ സിൻസ് ലാർജ് ക്യാപിറ്റൽ ഔട്ട്ലേ ഈസ് റിക്വയർഡ് ടുവേർഡ്സ് പർച്ചേസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് എക്യുപ്മെന്റ്സ്, മെയിൻ്റനൻസ് ഓഫ് അസറ്റ്സ്, ട്രെയിനിങ് ഓഫ് ലേബർ എക്സെട്ര. അപ്പൊ കുറച്ച് കാശ് കൊടുക്കണം, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. കാരണം എന്താണ്, കുറെ ഉപകരണങ്ങളും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വേണം. ഇപ്പൊ ഗ്രീൻ ഹൗസ് ഉണ്ടാക്കണം, എന്തൊക്കെ വേണം, കുറെ ഗ്ലാസ് പാനലുകൾ, ഗ്രീൻ പാനലുകൾ വേണം, അതിന്റെ അകത്തുള്ള പമ്പ് ഫിറ്റിംഗ്സ് വേണം, ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വേണം. അപ്പൊ അതിനൊക്കെ ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒരു കൂടുതലാണ്, പക്ഷെ നമുക്ക് ത്രൂ ഔട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഹൈടെക് ഫാമിന്റെ പ്രത്യേകത. And high-tech agriculture mainly relate to commercial farming system aimed at catering to the need of both domestic as well as export markets. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. Then it uses farming technology to increase yield, ensures high quality, usually pesticide free, and realizes increased market value. അപ്പോൾ നമുക്ക് ഒരു ഓഫ് സീസൺ പ്ലാന്റ്, ആപ്പിൾ ഇല്ലാത്ത, ഇപ്പൊ ഓറഞ്ചിന്റെ സീസൺ ഇപ്പൊ കഴിഞ്ഞു, ഇനിയുള്ള ഓറഞ്ചൊക്കെ തട്ടിപ്പോറഞ്ഞുള്ള വന്നു, മനസ്സിലാവില്ലേ? അപ്പൊ ഈ സമയത്ത് നാച്ചുറൽ ഓറഞ്ച് വളർത്താൻ പറ്റുവാണെങ്കിൽ എന്താണ് ഏറ്റവും ബെസ്റ്റ് അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം ഹൈടെക് ഫാമിൽ. ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രോയിങ് ടെമ്പറേറ്റ് വെജിറ്റബിൾസ് ഇൻ എ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആൻഡ് ഡെവലപ്പിംഗ് ഡിസീസ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ് ആർ കോമൺ എക്സാമ്പിൾസ് ഓഫ് ഹൈടെക് അഗ്രികൾച്ചർ. അപ്പൊ ടെമ്പറേറ്റ് വെജിറ്റബിൾസ്, ഇപ്പൊ ക്യാബേജ്, ബ്രൊക്കോളി, കോളിഫ്ലവർ പോലെയുള്ള നമ്മുടെ സ്ഥലത്ത് വളർത്താനും ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മളതിന് താത്വികമായിട്ടെതിരാണെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയിട്ട് വളർത്താനൊക്കെ നമ്മൾ ഹൈടെക് ഫാമിംഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ ഇൻക്രീസ് ഇൻ yield up to 5 to 8 times, ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും പെർ യൂണിറ്റ് ഏരിയ. സിഗ്നിഫിക്കൻറ്റ് സേവിംഗ് ഇൻ കീ ഇൻപുട്സ് ലൈക്ക് വാട്ടർ, വെള്ളം, ഫെർട്ടിലൈസർ ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബെറ്റർ ഗ്രോത്ത് ആൻഡ് യൂണിഫോമിറ്റി ഇൻ ക്വാളിറ്റി. കാരണം എന്താണ്, ഒരു 10 പ്ലാന്റ് ഉണ്ടെങ്കിൽ ആ 10 പ്ലാന്റ് ഒരു ഗ്രീൻ ഹൗസിലോ ഗ്ലാസ് ഹൗസിലോ വളർത്തുവാണെങ്കിൽ അത് ഒരേപോലെ തന്നെ yield തരും, മനസ്സിലാവും. കാരണം എന്താണ്, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് സെയിം എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതുകൊണ്ട് ഒരേപോലത്തെ yield കിട്ടാനുള്ള സാധ്യത കൂടും. ദെൻ ഫീസിബിൾ ഈവൻ ഇൻ അണ്ടർലേറ്റിംഗ് ടെറൈൻ, സലൈൻ, വാട്ടർ ലോഗ്ഡ്, സാൻഡിയർ, ഹില്ലി, ഇങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുള്ള മണ്ണ് അതൊക്കെയാണ് നമുക്കതൊരു ഇത് സെപ്പറേറ്റ് നമുക്കൊരു ഒരു ആർബോറേറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഹൗസോ ഗ്ലാസ് ഹൗസോ അക്വാപോണിക്സോ അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതൊന്നും ഇത് ബാധിക്കത്തില്ല. എന്ത് ടെറൈനും എന്തായാലും സലൈനായാലും ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല. നോക്കിയ പൊട്ടൻഷ്യൽ ഏരിയാസ് ഓഫ് ഹൈടെക്. അപ്പൊ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതല്ല, ഏതൊക്കെ തരത്തിലുള്ള ഹൈടെക് ഫാമിംഗ് ഉണ്ട്,
എന്നൊക്കെ ഉള്ള നമ്മൾ ആലോചിച്ചോളണം. ഓക്കെ, അർബൻ ആൻഡ് വെരി അർബൻ areas to meet requirements of fresh produce like vegetables, fruits, flowers around the year. Areas with limited land and water resources. ഇവിടേക്കാണ് ഇത് ഹൈടെക് ഫാമുകൾ വന്നാലുള്ള ഗുണങ്ങൾ ഇങ്ങനെയുള്ള ഏരിയയിൽ. Then areas where availability of land for cultivation is restricted because of snowfall and low temperature is prevalent, restricting cultivation of crops under open field condition. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥലങ്ങളിലുള്ളത്. Small and marginal land holding for adopting intensive production technologies. Then as an agri-business enterprise for enterprising youth in rural. ഇത് നിങ്ങൾ വലിയ കാര്യമായിട്ട് പഠിക്കണ്ട, എവിടെയൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താന്നുള്ളത് മാത്രമാണ് ഈ സ്ലൈഡ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അർബൺ ഏരിയ അല്ലെങ്കിൽ സിറ്റി ഏരിയയിലാണൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക്, കാരണം എന്താണ്, ഇവിടെയൊക്കെ നമുക്ക് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് ഫിറ്റ് ചെയ്യാനും അതിന്റെ റിപ്പയറിങ്ങിനൊക്കെ ആളുകളൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ കൊണ്ടാണ്. ഓക്കെ, ഹൈടെക് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ നമ്മൾ പഠിച്ച അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും ഇതൊക്കെ അതിനകത്ത് വരും. ഓക്കെ, പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ അണ്ടർ ഗ്രീൻ ഹൗസ് ഒരെണ്ണം പ്രധാനം. ഓക്കെ, ഇൻ എ ഗ്രീൻ ഹൗസ് ടുഗദർ വിത്ത് സോളാർ ആൻഡ് ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റംസ്, pumps, UV filters and lighting can be sustainable and environment friendly through the use of modern solar energy. ഇതൊരു കമ്പോണന്റ് ആണ്. ഓക്കെ, സോളാർ സിസ്റ്റം ഇറ്റ്സ് എ കമ്പോണന്റ് ഓഫ് ഹൈടെക് ഫാമിംഗ്. ആൻഡ് ഫോട്ടോ വോൾട്ടൈക് സിസ്റ്റം എന്ന് പറയുന്നതാണ് എനർജി റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന സിസ്റ്റം, ജനറേറ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സോളാറിന് ഉപയോഗിക്കാം. ദെൻ പമ്പുകൾ, UV ഫിൽറ്ററുകൾ, ലൈറ്റിംഗ്, ഇതെല്ലാം കമ്പോണൻസ്. അപ്പൊ ഒരു ഗ്രീൻ ഹൗസിലെ കമ്പോണൻസ് ആണ് ഇതൊക്കെ ഉള്ളത്. പക്ഷെ ഇതൊക്കെ ഹൈടെക് അഗ്രികൾച്ചറിന്റെ കമ്പോണൻസ് ആണ്. ഓക്കെ, ഇനി aquaponics. The aquaponics solar greenhouse allows the simultaneous production of vegetable, fish and solar power. ഇത് മൂന്നും കൂടി പറ്റും. Then this lead to a very low or even negative carbon dioxide footprint or CO2 sink for the food produce. കാർബൺ അധികം കുറച്ചിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. Then the hydroponics and aquaponics. The concept behind hydroponics is to eradicate imminent barriers that exist between roots, water, nutrients and oxygen with the proper process. അപ്പൊ ഇങ്ങനെയുള്ള ബാരിയർ, റൂട്ട് അതിനകത്ത് ന്യൂട്രിയൻസ് അപ്ടേക്ക്, വാട്ടർ ഇതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് ഒക്കെ വിഭാവനം ചെയ്യുന്നത്. It's a method of growing plants without soil by instead using mineral nutrient solutions in water. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോപോണിക്സ് ആദ്യം. And the nutrients used in aquaponic systems can, aquaponics എന്ന് പറഞ്ഞാൽ ഫിഷ് ആൻഡ് പ്ലാന്റ്സ് ടുഗദർ ആണ്. ഹൈഡ്രോപോണിക്സിൽ ഓൺലി plants മാത്രമേ ഉള്ളൂ. Generally, the nutrients used in aquaponic system can come from an array of different sources, including from fish excrement, duck manure, etc. Then aeroponics. പുതിയ സാധനമാണെന്ന് തോന്നുന്നു. Aeroponics is the process of growing plants in an air or mist environment without the use of soil or an aggregate medium. അപ്പൊ നമ്മൾ ഹൈഡ്രോപോണിക്സ് വെള്ളം കൊടുക്കുന്നുണ്ട്, എയറോപോണിക്സ് വെള്ളമുണ്ട്, അക്വാപോണിക്സിൽ വെള്ളമുണ്ട്, എയറോപോണിക്സിൽ ഒന്നും വേണ്ട, മിസ്റ്റ് കൊടുത്തിട്ട് ആ റൂട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ സിസ്റ്റങ്ങളൊക്കെ വായ വരുന്നു. Unlike hydroponics, which uses liquid nutrient solution as a growing medium and essential minerals to sustain plant growth, or aquaponics, which uses water and fish waste, aeroponics is conducted without a growing medium. But the main peculiarity of aeroponics is they are neither using water nor using or any other media or fish like that for the cultivation of plants, because only air or moisture with the suitable nutrients are added or given. Then vertical farming with vegetables grown in temperature, moisture and nutrition control indoor environment can also guarantee. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹൈടെക് ഫാമിലുള്ളത്. അപ്പൊ ഹൈടെക് ഫാമിലെ കമ്പോണൻസ് നമ്മൾ കൃത്യമായിട്ട് എന്താ കമ്പോണൻസ് ഉള്ളത്? ഗ്രീൻ ഹൗസ് നമ്മൾ നേരത്തെ പറഞ്ഞു, സോളാർ, ഫോട്ടോവോൾട്ടിക് സിസ്റ്റം, പമ്പ്, UV ഫിൽറ്റർ, ലൈറ്റിംഗ്, ഇതൊക്കെയാണ് കമ്പ്. അപ്പൊ ഓരോ സിസ്റ്റത്തിനുള്ള കമ്പോണൻസ്. ഇപ്പൊ അക്വാകൾച്ചറിൽ എന്ത് വേണം, ഹൈഡ്രോപോണിക്സിൽ എന്ത് വേണം, ഹൈഡ്രോപോണിക്സിൽ എന്ത് വേണം, അക്വാപോണിക്സിൽ എന്ത് വേണം, ഗ്രീൻ ഹൗസിൽ എന്ത് വേണം ഒക്കെ നമ്മൾ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഒന്ന് എടുത്ത് ശരിക്കും വായിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം, അക്വാപോണിക്സ് പറയുമ്പോൾ നമ്മൾ 4 കമ്പോണൻസ് പറഞ്ഞു അല്ലെ. ഒരു വാട്ടർ പമ്പ് പറഞ്ഞു, ഒരു സെഡിമെന്റ് ഫിൽറ്റർ പറഞ്ഞു, പിന്നെ ഒരു ഓക്സിജൻ ഗിവിംഗ് പമ്പ്, O2 പമ്പ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇതിന്റെ കമ്പോണൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ keen interest to be with me. Okay, അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ വിളിക്കുക. പറ്റുവാണെങ്കിൽ നാളെ നമുക്കൊരു ഹാഫ് ആൻ അവർ ഓൺലൈൻ എല്ലാവരും വരാൻ പറ്റുമെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സംശയങ്ങൾ തീർത്തു പോവാം. താങ്ക് യു വെരി മച്ച്.